പ്രിയമുള്ളവരെ, ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമെന്നും പറയണമെന്നും ഒക്കെ കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എന്നാൽ എന്താണ് ഈ പ്രാക്ടിക്കൽ ചിന്ത എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? നമുക്ക് ചാക്കോ മാഷിൻ്റെ അടുത്തേക്കൊന്ന് പോയി കളയാം. ക്ലാസ്സിൽ ഏറ്റവും മണ്ടനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു ചാക്കോ മാഷിന്, അതായത് അപ്പുണ്ണി എന്ന കുട്ടി. അവൻ എല്ലാ വിഷയത്തിനും വളരെ മോശമായിരുന്നു. കണക്കിനാണെങ്കിൽ വളരെ മോശം. കണക്ക് മാഷാണ് നമ്മുടെ ചാക്കോ മാഷ്. ചാക്കോ മാഷ് എപ്പോഴും അവനെ ശകാരിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ചാക്കോ മാഷ് നടക്കാനിറങ്ങിയപ്പം നമ്മുടെ അപ്പുണ്ണി കുറേ ആട്ടിൻ പറ്റത്തെ തെളിച്ചിങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടു. ചാക്കോ മാഷിന് മനസ്സിലൊരു ഐഡിയ തോന്നി. ചാക്കോ മാഷ് അപ്പുണ്ണിയുടെ അടുത്ത് ചെന്നു ചോദിച്ചു, എടാ അപ്പുണ്ണി, എത്ര ആടുണ്ട് ഇതിലെന്ന് ചോദിച്ചു. അപ്പുണ്ണി പറഞ്ഞു, എന്താ മാഷ്, ഇത് 100 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മാഷ് പറഞ്ഞു, എടാ ഇതിൽ ഒരെണ്ണം ഓടിപ്പോയാൽ ബാക്കി എത്ര കാണുമെന്ന്. അപ്പുണ്ണി ഒരു സങ്കോചം കൂടാതെ, എണ്ണാതെ, കണക്ക് കൂട്ടാതെ, ചിന്തിക്കാതെ പറഞ്ഞു, ഒന്നും കാണത്തില്ല സാറേന്ന്. സാറിന് ഭയങ്കര കലി വന്നു. സാറ് മേൽമുണ്ടെല്ലാം തോന്നുന്നു എടുത്ത് ഒന്ന് വായുവിലേക്ക് വീശി, എടാ മണ്ടൻ, തിരുമണ്ടൻ, ശുംഭൻ, നീയാണോ പറയുന്നത്? 100 എണ്ണത്തിൽ ഒരെണ്ണം പോയാൽ ബാക്കി 99 എന്ന് പറഞ്ഞ് അവൻ്റെ ചെവിയിലേക്കൊന്ന് പിടിച്ചു. അവൻ പറഞ്ഞു, വിട് മാഷേ, വിട്, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് പിടിവിട്ടപ്പോൾ അവൻ പറഞ്ഞു, സാറേ, ഇത് കന്നാലികളാണ്. ഇതിൽ ഒരെണ്ണം പോയാൽ അതിൻ്റെ പുറവെ എല്ലാം പോകും. അതായത് മുമ്പേ ഗമിക്കുന്നൊരു ഗോവു തൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. സാറ് കേട്ടിട്ടില്ലേ? സാറേ, കണക്കെന്ന് പറയുന്നത് അത് മാത്തമാറ്റിക്സ് നോട്ട് ഓൺലി ടീച്ചേഴ്സ് ഹൗ ടു ആഡ് ആൻഡ് സബ്ട്രാക്ട്, ഇറ്റ് ഓൾസോ ടീച്ചേഴ്സ് ഹൗ ടു സോൾവ് എ പ്രോബ്ലം. ഓക്കെ.